പരിശുദ്ധ സഭയിൽ ശ്രേഷ്ഠമായ ശുശ്രൂഷ നിർവഹിച്ചതായിരുന്നു അപ്പോസ്തലന്മാരും തുടർന്ന് അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ കടന്നു വന്നതായ പിതാക്കന്മാരും. അവർ കാണിച്ചു തന്നത് ഒന്നാമതായിട്ട് വിശ്വാസത്തെ അവർ ഏറ്റുപറഞ്ഞു. ആ വിശ്വാസം സ്വർഗ്ഗത്തിനാകും. നാം എപ്പോഴും വളരെ അഭിമാനത്തോടെ പറയാറുണ്ട്, അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് ക്രിസ്ത്യാനികളെന്ന പേർ കിട്ടിയത്. ആദ്യമായിട്ട് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ ഒരു അപ്പോസ്തോലിക സിംഹാസനം, ഒരു സഭയെ സ്ഥാപിക്കുന്നത് അന്ത്യോക്യയിൽ വെച്ചാണ്. ആ വലിയ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ പിൻതലമുറക്കാരാകുന്നു നാം ഓരോരുത്തരും. എന്ന് വെച്ചാൽ സത്യവിശ്വാസത്തെ ഏറ്റുപറഞ്ഞതായ അപ്പോസ്തലനാൽ നയിക്കപ്പെട്ടതായ വിശ്വാസത്തിൻ്റെ പിന്തുടർച്ച അവകാശികൾ. ആ അവകാശത്തിലേക്കാണ് എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിക്കുന്നത്. എന്നാൽ ഇന്ന് എങ്ങനെയാണ് നാം നമ്മുടെ സമൂഹത്തിൽ വിശ്വാസത്തെ ഏറ്റുപറയുന്നത്? എങ്ങനെയാണ് വിശ്വാസത്തെ ഏറ്റുപറയേണ്ടത്? അത് അതരം കൊണ്ട് മാത്രമല്ല, നമ്മുടെ ആത്മീയമായ ജീവിതം കൊണ്ടും വിശ്വാസത്തെ ഏറ്റുപറയണം. അതാണ് സാക്ഷ്യം. ജീവിതം കൊണ്ട് വിശ്വാസത്തെ ഏറ്റുപറയുന്നതാണ് സാക്ഷ്യം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിരുമുമ്പാകെ നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുമ്പോൾ ആ വിശ്വാസം നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു.